കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വരുന്ന എല്ലാ ആൾക്കാരും ദുരിതത്തിലാണ്. നമുക്കിപ്പോൾ കാണാം, അതേ രണ്ട് റോഡിലുള്ള വാഹനങ്ങൾ ഈ ഒരു കാണുന്ന ഒറ്റ വഴി കൂടിയാണ് ഇപ്പോൾ വണ്ടി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കാൽനടക്കാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കാൻ യാതൊരു വിധ സ്ഥലമില്ല. ഒരു റോഡിൽ കൂടി രണ്ട് വശത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നു. മറ്റു റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം 20 അടിയോളം താഴ്ചയുള്ള കുഴികളാണ്. അപ്പോൾ അവർക്ക് ആകപ്പാടെ നടക്കാനായിട്ട് ഒറ്റ ഒരു വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന ഡിവൈഡറാണ്. ഈ ഡിവൈഡറിൽ കൂടി നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഈ ഡിവൈഡറിൽ കണ്ടത് ഈ കാണുന്ന പോലെ ഈ ഡിവൈഡറിന് മണ്ടയിലുള്ള എല്ലാം ഇളവി കിടക്കുകയാണ്. നമ്മൾ നടന്നു കഴിഞ്ഞാൽ ആരായിരുന്നാലും നേരത്തെ അമൽച്ചേട്ടൻ പറഞ്ഞതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ നിന്ന് ജനറൽ ഹോസ്പിറ്റലിലോ മെഡിക്കൽ കോളേജിലേക്കോ നമ്മൾ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു കാര്യമാണ്. നമുക്ക് കൃത്യമായി കാണാം. അതായത് ഈ തമ്പാനൂർ ഭാഗത്ത് നിന്ന് അത് കഴിഞ്ഞാൽ പട്ടത്തു നിന്ന് വരുന്നവരൊക്കെ തന്നെ ഈ ബേക്കറി വഴിയാണ് ഈ ഒരു റോഡിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഒരു റോഡിലേക്ക് പ്രവേശിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ആർക്കും ഇത് ഗണിതം വല്ലതും പഠിച്ചിട്ട് ഗണിച്ചെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു ചേട്ടൻ നമുക്ക് ഇതുവഴി നടന്നു വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ചേട്ടൻ കുറേ നാളായില്ല നമുക്ക് ഈ ഒരു റോഡുകളൊക്കെ തന്നെ ഇപ്പോൾ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. കുറേ നാളായിക്കില്ല, ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നടന്നു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. വാഹനങ്ങൾക്ക് പോകാനും വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതായത് നമുക്കിപ്പം വികസനം അത്യാവശ്യമാണ്, പക്ഷേ ഈ വികസനത്തിന് എടുക്കുന്ന കാലതാമസമല്ലേ പ്രശ്നം? വികസനത്തിന് ഇത്തരം പണികളെല്ലാം ഒത്തിരി സമയം എടുക്കുമല്ലോ, പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെയ്യുന്ന പണികൾ വളരെ വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്, കുഴപ്പമൊന്നുമില്ല. പണികളൊക്കെ നല്ല രീതിയിലാണ് ചെയ്യുന്നത്. കുറച്ച് വാഹന തടസ്സം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ വേറെ കുഴപ്പമൊന്നുമില്ല. വികസനമാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യം, നിർബന്ധമായ കാര്യമാണല്ലോ. അത് പ്രത്യേകിച്ച് കേരളത്തിൽ ഒത്തിരി ഡെവലപ്മെൻറ്റ് പണികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നന്നായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണികളെല്ലാം നല്ല രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാതൊരു അഭിപ്രായ കുറവുമില്ല. നല്ല രീതിയിൽ എല്ലാ പണികളും, നമ്മളെ റോഡുകളൊക്കെ വളരെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അത്യുത്തമമായ കാര്യമാണ്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല തന്നെയാണ്. പ്രതീക്ഷ ഇവിടെ സമ്മിശ്രമായ ഒരു പ്രതികരണമാണ്. കാര്യം നമ്മുടെ നാട്ടിന് വികസനം ആവശ്യമാണ്, പക്ഷേ ഈ വികസനത്തിനായി എടുക്കുന്ന കാലതാമസമാണ് ഇപ്പോഴത്തെ പ്രശ്നം.